എല്ലാവരും കൂടി ഹായ് പോയി കാണാൻ പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമിൻ്റെ എപ്പിസോഡ് 174 ഓക്കെ. ഇപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ അവിടെ ഉള്ളവർ ഒരു ചെറിയ പയ്യൻ ഓൾഡ് ഹൂ ആയിട്ട് മത്സരിക്കാൻ പോകുന്നുണ്ട്. അതിശയിച്ച് നിൽക്കണം. അവനൊരു പിൽസ് ചാമ്പ്യനാണ്, എങ്കിൽ കൂടി ജയിക്കാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട് ഓൾഡ് ഹൂ മാസ്റ്ററിനോട്. നീ കാണിച്ച ചീപ്പ് ട്രിക്ക് ഹിമ കാണിക്കരുത്, സിയോനോട് മനസ്സിൽ നീ എങ്ങനെയും ചെയ്യണം, എന്നാൽ മാത്രമേ അലയൻസ് ആകാനുള്ള ചാൻസേ ഉള്ളൂ. അതിനുശേഷം എൽഡർലിൻ അവരുടെ സംസാരം മതിയാക്ക്, നിങ്ങൾക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്, എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് അത് വരുത്തിക്കുന്നു. 10,000 കണക്കിന് ഇൻഗ്രീഡിയൻസ് അങ്ങോട്ട് വരികയാണ് പല ഭാഗത്തു നിന്ന്. അതും കണ്ടിട്ട് പോലും ഇല്ലാത്ത റയറായത് വരെ എല്ലാം അവിടെ ഉണ്ട്. അതെല്ലാം കൂടെ ചേർന്ന് ആ പോണ്ടിലേക്ക് വന്ന് വീഴുകയാണ്. ശിവനെല്ലാം അവിടെയുള്ള ആൾക്കാർ ഇതൊക്കെ കണ്ട് നിൽക്കുന്നുണ്ട്. അവ കണ്ടിട്ട് സ്മാൾ പിൽസ് പാകോടെ പോലും ഒരു പിൽസ് വേൾഡിനെ പോലെ തന്നെ അയാളെ അവിടെ ശിവനെ തോൽപ്പിക്കും എന്ന് വിചാരിച്ച് തന്നെ ഫർണൈസ് എടുക്കുകയാണ്. നീ ഒരുപാട് വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് നീക്കി ബീസ്റ്റ് ഫ്ലെയിം അതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. നീ കാണും എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ശിവൻ അവൻ്റെ ഉള്ള 4 ഹെവലി ഫ്ലെയിം എടുത്ത് വെച്ചേക്കുന്നു. എല്ലാവരും ഷോക്കായി പോയി. അവനത് മെർജ് ചെയ്യുന്നത് കണ്ട് അതിശയം. അവനത് കൺട്രോൾ ചെയ്ത് ഫർണൈസ് തന്നെ ഉണ്ടാക്കി അത് ഹെവലി ഫ്ലെയിം വെച്ച് എന്നൊക്കെ പറയാണ്. ഓൾഡ് ഹൂ ഒരേ ടൈം അതിശയവും എന്നാൽ അതേ ടൈം ഈഗോയും ഉണ്ട്. അത് ഞാൻ ഉറപ്പായും ജയിക്കും എന്ന് പറഞ്ഞ് ആണ് മത്സരിക്കുന്നത്. എൽഡർലിൻ കണ്ടിട്ട് 20 വർഷത്തിന് ശേഷമാണ് ഓൾഡ് ഹൂ ഇത്ര സീരിയസ് ആയിട്ട് മത്സരിക്കുന്നതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ലാസ്റ്റ് ടൈം 8 കളയുടെ പിൽസ് ലൈറ്റനിങ് സമ്മോൺ ചെയ്തത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 9 കളയുടെ പിൽസ് ലൈറ്റനിങ് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ ഓൾഡ് ഹൂ ആകട്ടെ ഒരുപാട് ടയർ 9 പിൽസിന്റെ സ്ക്രോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം നോക്കുകയാണ്. മാസ്റ്റർ തിരികെ വന്നിട്ട് പോലും ടയർ 9 പിൽസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാസ്റ്റർ അവന് കൊടുത്തത് 2 ടയർ 9 പിൽസ് സ്ക്രോളാണ്. എന്നാൽ അത് ലോയസ്റ്റ് ലെവലാണ്, അത് വെച്ച് സക്സസ് ആക്കാൻ കഴിയില്ല. അയാൾ ഫ്ലെയിം റെഡിയായി എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുക്കുകയാണ്. അത് കറക്റ്റായിട്ട് അളവ് എടുത്താണ് ചെയ്യുന്നത്. പിന്നെ അത് ഫർണൈസിലേക്ക് കിട്ടുന്നുണ്ട്, എന്നിട്ട് ചെയ്യുകയാണ്. സിയോയിൽ അവൻ എടുക്കുന്നത് ബോഡി പിൽസ് ആണ്. എന്നാൽ അത് ഹയസ്റ്റ് ലെവലിൽ ടയർ 8 പിൽസ് ആയതാണ് അവ ഉണ്ടാക്കാൻ പോകുന്നത്. ഷിയോയിന് എടുത്ത ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഒരുപാട് കൂടുതലാണ്. അത് വെച്ച് ആ പിൽസ് ഉണ്ടാക്കിയ കാര്യമില്ല. എന്നാൽ ഇത്രയും എന്താണ് എന്ന ഡൗട്ട് മാസ്റ്ററിന്. അവ ഒരു യുണീക്കായ ഒരു വഴി കണ്ടുപിടിച്ച് കാണും. ഞാൻ പറഞ്ഞ രീതിയിലല്ല അവൻ അത് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ തന്നെ മറ്റൊരു റെസിപ്പി അവ കണ്ടുപിടിച്ചു തന്നു. അവ ഉണ്ടാക്കുന്നത് കണ്ട് ഓൾഡ് ഹൂ ഞാൻ ഒരുപാട് വർഷമായിട്ട് ഇവിടെ ഉണ്ട്, ചെറിയ രീതിയിൽ പോലും പിൽസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പഠിച്ചെടുത്ത് നിന്നെ തോൽപ്പിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ഇപ്പോൾ നിന്റെ ഡിസിപ്ലിനെ ഞാൻ തോൽപ്പിക്കും, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അയാളുടെ സ്പിരിച്വൽ പവർ യൂസ് ചെയ്ത് ആ ഫർണസിനുള്ളിലേക്ക് പോയി. എന്നിട്ട് അവിടെ റിഫൈൻ ആകുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് അയാളുടെ ഒരു സ്കില്ല് യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് അയാളുടെ സോളാണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ സോൾ, സ്പിരിച്വൽ പവർ. ചെയ്യുകയും ചെയ്തത് എന്നാൽ ശരിയായില്ല, ബ്രേക്ക് ആവുകയാണ് ചെയ്ത സംഭവം. അവൻ ഇതുവരെ ടയർ 9 ബിൽസ് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല, അല്ല ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ബ്രേക്കായി പോവുകയാണ്. പിന്നെ ട്രൈ ചെയ്യുന്നുണ്ട് എന്ന നിരാശയായിരുന്നു കാത്തിരുന്നേ. സമയം കടന്നു പോകുന്നു. ഈ സമയം ഓൾഡ് ഹൂ ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞു. അതിന്റെ സ്മെല്ല് വരാനായിട്ട് തുടങ്ങിയിരുന്നു. അവിടെ ഉള്ളവർക്ക് അത് മനസ്സിലായി. എന്നാൽ ഇതുവരെ ഷിയോയുടെ ഇൻഗ്രീഡിയൻസ് പോലും സ്മെൽ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഷുവാനപ്പോൾ ഓൾഡ് ഹൂ ഉണ്ടാകുന്ന പിൽസ് സക്സസ് ആയ ഉറപ്പായും 9 കളുടെ പില്ലൈറ്റനിങ് വരും. മാസ്റ്റർ അപ്പോൾ അയാൾ ഒരുപാട് വർഷമായിട്ട് ചെയ്യുന്നതാണ്, ഇപ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി. ഷുവാനെ അപ്പോൾ ഷിയോയിന് ഇതുവരെ ചെയ്യാത്തതാണ്, ഇപ്പോൾ ഇതുവരെ ചെയ്തിട്ടുമില്ല. അത് പറയേ ഇതുവരെ ആ ലെവലിൽ പിൽസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നല്ല, അവർ റിഫൈൻ ചെയ്യാൻ നോക്കുക. ആ ഇൻഗ്രീഡിയൻസ് ഡബിളാണ്, അത് വളരെ പാടാണ്. അവന് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് മനഃപൂർവ്വം തന്നെയാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ അവൻ മാസ്റ്ററായി, അത് ബാലൻസ് ചെയ്യാൻ പഠിക്കുകയാണ്. എന്തു തന്നെയാലും അവൻ ഉണ്ടാക്കുന്ന ബോഡി പിൽസ് കൊണ്ട് കാര്യമില്ല എന്നതിന് അവൻ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. അവിടെ ഉള്ളവർക്ക് ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഓൾഡ് ഹൂ തന്നെയാകും വിജയിക്കാൻ പോകുന്നു എന്നൊക്കെ പറയാനായിട്ട് തുടങ്ങി. എൽഡർലിൻ പോലെ ഇത്രയും നാൾ കണ്ടിട്ട് കുറച്ചുപേരെ മാത്രം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. ഷിയോയും അവനെയും അതുപോലെ കാണുകയാണ്. ഈ സമയം അയാൾ ഫൈനൽ സ്റ്റെപ്പിലേക്ക് എത്തിയിരുന്നു. അതൊക്കെ വെച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. വളരെയധികം കോൺഫിഡൻറ്റിൽ ചെയ്യുകയാണ്. പാസ്റ്റിലെ മാസ്റ്ററായിട്ട് നടന്ന ഇൻസിഡൻറ്റ് അത് പറയുന്നുണ്ട്. അന്ന് ഇയാൾ മുഴുവനായിട്ട് പെർഫെക്റ്റ് ആക്കാൻ നോക്കി, എന്നാൽ മാസ്റ്റർ കൂടുതൽ എക്സ്റ്റേണൽ വേർഡ്സ് യൂസ് ചെയ്ത് പിൽസ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തു. അതാണ് അയാളെ ഹേറ്റ് ആക്കാൻ കാരണമായത്. ഷോർട്ട് കട്ട് യൂസ് ചെയ്തു എന്ന് പറഞ്ഞാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ എളുപ്പം വഴി യൂസ് ചെയ്ത് ചെയ്യുന്നതല്ല, ഓരോ സ്റ്റെപ്പും നോക്കി കറക്റ്റായിട്ട് വേണം ചെയ്യാൻ എന്നൊക്കെ സ്വന്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ തണ്ടർ ലൈറ്റിങ് വന്നിരുന്നു. അത് അടിക്കാനായിട്ട് തുടങ്ങി. അയാൾ ആ സമയം ആ പിൽസ് ഫൈനൽ സ്റ്റെപ്പിലേക്ക് എത്തിക്കാനായിട്ട് അയാളുടെ മേലെ അത് വന്ന് അടിക്കുന്നുണ്ട്. അതിൻ്റെ എനർജി യൂസ് ചെയ്ത് അയാൾ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ചെയ്യേ ഞാനാണ് ജയിക്കാൻ പോകുന്നത്, യാവച്ച് നീ കണ്ടോ എന്ന് പറയുമ്പോൾ ഷിയോയിൻ അത്ര പെട്ടെന്നാകില്ല. നോക്കുമ്പോൾ അവൻ എന്തോ മനസ്സിലാക്കി എടുത്തിരുന്നു. ഷിയോയിൻ അവൻ്റെ ആ ഫർണൈസ് അവന് ചുറ്റുമായിട്ട് മാറ്റുകയാണ്. ആ സമയം അവന് ഇത്രയും പ്രാവശ്യം കൊണ്ട് മനസ്സിലായത് പല ഇൻഗ്രീഡിയൻസ് എല്ലാം പല രീതിയിലാണ്
സ്മെൽറ്റ് ചെയ്യേണ്ടത്, ക്വാളിറ്റി റിഫൈൻ ഒക്കെ ചെയ്യേണ്ടത്, അതിൻ്റെ പീക്ക് ക്വാളിറ്റി എത്തുകയാണ് വേണമെങ്കിൽ ഓരോന്നായിട്ട് ചെയ്യണം. അതാണ് അവ ചെയ്യുന്നത്. അവസാനം എല്ലാം കൂടി ചെയ്തിട്ട് ഒരുമിച്ച് ആക്കണം. അതോടെ അതെല്ലാം മിക്സ് ആവുകയും അതിൽ നിന്ന് പിൽസ് ഒരു ഫോമായിട്ട് ഡ്രാഗന്റെ രൂപമായിട്ട് മാറുകയാണ്. നേരെ മുകളിലേക്ക് പോകുന്ന ഓൾഡ് കൂന്റെ 9 കളേർഡ് ലൈറ്റനിങ്, ആ തണ്ടർ ലൈറ്റനിങ് അതോടെ ഇല്ലാതാവുകയാണ്. തണ്ടർ ലൈറ്റനിങ് പോയതോടെ ആ പിൽസ് അൺസ്റ്റേബിൾ ആയി മാറി. അത് ബ്രേക്ക് ആകുമെന്ന് മനസ്സിലാക്കിയിട്ട് അത് വേറെ വഴിയില്ല സീൽ ചെയ്യാനായിട്ട് തുടങ്ങി. ഇവ പിൽസ് ഫോം ആക്കുമെന്ന് സ്കില്ല് പഠിച്ചെടുത്തു. അത് നീ പഠിപ്പിച്ചു കൊടുത്താണെന്ന് ചോദിക്കേ. ശിവ അങ്ങനെ ചോദിക്കേ. അല്ല, അതിനെ ഹൈ ഡിമാൻഡ് ഫ്ലെയിം കൺട്രോൾ എബിലിറ്റി ആണ്, അതുപോലെ തന്നെ സോൾ പവറും വേണം. ഞാൻ അത് ചിന്തിച്ചിട്ട് കൂടിയില്ല. അവനത് ചെയ്തു കഴിഞ്ഞു. അവിടെയുള്ള പിൽസ് പകോടെ ആൾക്കാർ ഇങ്ങനെ ചെയ്ത ആൾക്കാർ 5 പേര് പോലും കുറവാണ്. ഇവനത് ചെയ്തു. അവനൊരു എക്സ്ട്രാ ഓർഡിനറിന്. അങ്ങനെ നിലയ്ക്കാണ് തണ്ടർ ലൈറ്റനിങ് വരുന്നത്. എന്നാൽ അത് മുൻപത്തെ പോലെ ആയിരുന്നില്ല. മുൻപൊരിക്കലും ശിവൻ ട്രെയിനിങ് ചെയ്യുമ്പോൾ ഇവരെ പേടിച്ചിരുന്ന ആ ഡീമോണിക് ബ്ലാക്ക് തണ്ടർ ലൈറ്റനിങ് ആയിരുന്നു അത്. അവിടെ ഉള്ള മിക്കവാറും ആൾക്കാർ കണ്ടിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബ്ലാക്ക് തണ്ടർ ലൈറ്റനിങ് വന്നു. അതിലൊരു ബ്ലാക്ക് ഹോൾ പോലെ അതിലൂടെ ഡ്രാഗൺ ഫോമിൽ നിന്ന് ഉള്ള പിൽസിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിരുന്നു. അതിൽ നിന്ന് മാറി മാറി പോവുകയാണ് അത് നോക്കുന്നത്. കാരണം അതിന്റെ സ്പിരിച്വൽ പവർ ഉണ്ടല്ലോ. മാസ്റ്റർ ടെൻഷനായി. ശിവന് അപ്പോൾ തന്നെ പപ്പറ്റിനെ പുറത്തെടുത്ത് നേരെ വിട്ടു. ആ വരുന്ന അറ്റാക്കെല്ലാം തടഞ്ഞു പോവുകയാണ്. ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു നോക്കിയെന്ന ആ ഡീമോണിക് ബ്ലാക്ക് തണ്ടറിന് നോർമൽ പോലെ അല്ലാത്തതിനാൽ ആ പപ്പറ്റിനും അത് നേരെ കഴിഞ്ഞില്ല. വേറെ വഴിയില്ല. സ്വന്തം ഹാൻഡ് യൂസ് ചെയ്ത് തന്നെ ആ വരുന്ന അറ്റാക്ക് തടയുകയാണ്. ബ്ലാക്ക് ലൈറ്റനിങ് ഒരാൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ അത് വളരെ വളരെയധികം ഡേഞ്ചറായി എന്നാണ്. എന്നാൽ ശിവന് അവ മുൻപ് ട്രെയിനിങ് ചെയ്തതാണല്ലോ. ആ ഡീമോണിക് ബ്ലാക്ക് ലൈറ്റിനെ നേരിട്ട് തടയുന്നതുകൊണ്ട് ഓൾഡ് ഹൂ അവിടെയുള്ള ടോപ്പ് എൽറ്റീസ് വരെ ഷോക്കായി പോയി. അവനൊരു ഡവ് സെയിന്റ് ആണ്, അറിയാലോ ചെയ്യാനാണ്. അവനത് പാടാകില്ല. എന്നാൽ ഡീമോണിക് ബ്ലാക്ക് തണ്ടർ ലൈറ്റിനെ സമ്മോൺ ചെയ്തത് പിൽസ് പകോയുടെ റൂൾസിന് എതിരാണ്. അതുകൊണ്ട് തന്നെ സിയോയും ജയിച്ചാലും കൂട്ടാൻ കഴിയില്ല എന്ന ഒരു ചർച്ച അവിടെ വന്നു. സിയോയും ജയിച്ചാൽ അവനെ എൽഡറാകാൻ കഴിയില്ല എന്ന പോലെ സംസാരം വരുമ്പോൾ എൽഡറിനാകട്ടെ പിൽസ് പകോയുടെ റൂൾസോ ഇതിവിടെ ഉണ്ടായിരുന്നെങ്കിലല്ലേ ആ റൂൾസ് കൊണ്ട് കാണുള്ളൂ. ആ ലൈറ്റനിങ് അടിച്ചിരുന്നെങ്കിൽ അവിടെ ഉള്ള എല്ലാവരും ചത്തനായിരുന്നു. സിയോയിന് അവസാനം അത് ബ്രേക്ക് ചെയ്തു. അതോടെ വന്നതില്ലാതെ അവിടെ നിൽക്കുകയാണ് ആ സ്പിരിച്വൽ ഫോമിലുള്ള ഡ്രാഗണായ പിൽസോ. അതിനൊന്നും തന്നെ പറ്റിയില്ല എന്ന് ശിവൻ പറയുകയാണ്. ആ പിൽസ് ഫോമിലേക്ക് വന്നിട്ട് അത് ശിവന്റെ തന്നെ ഫോം ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും കണ്ട് അതിശയിച്ചു പോയി. ഒരു ലെവൽ 9 പിൽസാണെന്ന്, അല്ലെങ്കിൽ ടാർണോൺ പിൽസ്. അത് അവനെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. എന്നാൽ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അതെടുത്തു. അവൻ ഏത് പിൽസാണ് ഉണ്ടാക്കിയതെന്ന് അവിടെയുള്ള ആർക്കും തന്നെ അറിയില്ല. അവർ വന്ന് നിൽക്കുന്ന ഏത് പിൽസാണെന്ന് ചോദിക്കുക. അയാളും ഉണ്ടാക്കിയ പിൽസ് അത് ടയറൈറ്റ് 8 കളേർഡ് ലൈറ്റനിങ് പിൽസാണ്. അതെന്നത് ഒരു ഫയർ ആട്രിബ്യൂട്ട്സ് ടൈപ്പൊക്കെയുള്ള ആളുടെ കോമ്പാക്ട് പവർ ആ സ്ട്രെങ്ത് ഒക്കെ എൻഹാൻസ് ചെയ്ത് കൊടുക്കും. ഷിയോനുണ്ടാക്കിയത് ഗ്രേറ്റ് ബോത്ത് പിൽസാണ്. അത് 1000 ലെവലിലേക്ക് ഡയറക്റ്റ് കയറ്റും 2 മടങ്ങ് അല്ലെങ്കിൽ 2 തവണ അങ്ങനെ ചെയ്യുന്നതിന് തുല്യമായോ ആ പിൽസാണ്. അതുകൊണ്ട് എല്ലാവരും ഷോക്കായി പോയി. 2 തവണയോ? എൽഡറിൽ ഇന്നോ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കി വെച്ചു ശിവൻ തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവ ജയിച്ചു. അടുത്ത എൽഡറായിട്ട് അവനെ തിരഞ്ഞെടുത്തു. ഓൾഡ് ഹൂനായിട്ട് നിരാശയായി പോയി. എങ്കിലും അവനോട് ഒരു പിൽസ് ഉണ്ടാക്കുന്നത് മാറ്റിയാൽ നീ ആ ഡീമോണിക് ബ്ലാക്ക് ലൈറ്റനിങ് കൈകൊണ്ട് തന്നെ തടയുന്നെങ്കിൽ നീ എന്നേക്കാൾ ബെറ്ററാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നോക്കുന്നു. അങ്ങനെ പോകെ മാസ്റ്റർ വന്ന് എന്തോ പറയുന്നുണ്ട്. ആദ്യം ദേഷ്യം പിന്നെ സത്യമാണ് എന്ന പോലെ. സന്തോഷം എന്താണ് പറഞ്ഞതെന്ന് കാണിക്കുന്നില്ല. ഷിയോയുടെ അടുത്ത് വന്ന് അവൻ ചോദിക്കുക, ഓൾഡ് ഹൂ യാവോച്ചൻ നിന്റെ ഡിസിപ്ലിൻ പോലുള്ള ഞാൻ ഫ്യൂച്ചറിൽ ബെറ്ററായ ഒരു ഡിസിപ്ലിനെ കൊണ്ടുവരും, എന്നിട്ട് നമുക്ക് മത്സരിക്കാം. അപ്പോൾ അതായിരുന്നു. അപ്പോൾ അവിടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താ കേൾക്കുന്ന അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.